ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കുമ്പളങ്ങ മോര് കറിയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കുമ്പളങ്ങ കട്ട് ചെയ്ത് ഇതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഷ്ണം ഒരു 400 ഗ്രാമിന് അടുത്തുണ്ടാവും. ഇതേ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 200 ml തൈരാണ്, നല്ല കട്ടി തൈര്, അല്പം പുളിയുള്ളത് തന്നെ എടുക്കണം. പിന്നെ ഒരു അര നാളികേരം ചിരവിയത്. ഇപ്പോൾ കുമ്പളങ്ങ കഷ്ണം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടു, സ്റ്റൗ ഓൺ ചെയ്തു. അതിലേക്ക് നികരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി അതിലേക്കൊരു 4 പച്ചമുളക് കീറിയത് അതുകൂടി ചേർത്തു. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3/4 സ്പൂൺ ഇഞ്ചി പൊടിയായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തു. അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെള്ളുള്ളി, അത് നിങ്ങൾക്ക് തികച്ചും ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവും. പിന്നെ ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ മോര് കറി ഉണ്ടാക്കാത്തവരാരുമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതേമാതിരിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഞാനതൊരു വേറെ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ആ കുമ്പളങ്ങ ഒരുവിധം ഹാഫ് വേവായിട്ടുള്ളൂ. ഈ സമയത്ത് മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു പകുതി വേവാവുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് ഉപയോഗിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി 5 മിനിറ്റ്. ഇപ്പോൾ നമ്മൾക്ക് ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ ആ കുമ്പളങ്ങയെല്ലാം ശരിക്കും വെന്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ ആ അരപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാർ കഴുകിയത് ആ വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ശരിക്കും അതിലേക്ക് പിടിച്ചൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ പരുവത്തിലായിരിക്കും നമ്മൾക്ക് വേണ്ടത്, ഒരുപാട് അങ്ങോട്ട് ലൂസാക്കരുത്. ഇപ്പോൾ 2 മിനിറ്റ് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിലുള്ള തൈര് ഞാൻ അതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടി തൈരാണ്. നമ്മൾ ഒരിക്കലും മിക്സിയുടെ ജാറിൽ തൈര് അടിക്കരുത്, ലൂസായി പോകും. അപ്പോൾ 2 മിനിറ്റ് തേങ്ങ തിളച്ചതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കണം. ഒരിക്കലും അത് തിളച്ച് പോകരുത്, ഒരുപാട് തിളക്കരുത്, ചെറുതായിട്ടൊന്ന് തിളക്കാനേ പാടുള്ളൂ. അപ്പോൾ ഗ്ലാസ് കഴുകി ലേശം വെള്ളം കൂടെ അതിലേക്ക് ചേർത്തു. അപ്പോൾ നമ്മളെ കറക്റ്റ് പരുവായിട്ടുണ്ട് കുമ്പളങ്ങ മോര് കറി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. 2 അല്ലി വെള്ളുള്ളി നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ, അതേപോലെ നിങ്ങളൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കണേ. പിന്നെ അത് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതേ പരുവത്തിലാകുന്ന സമയത്ത് നമ്മൾക്ക് അല്പം ഒന്ന് അങ്ങനെ തിളച്ചൊന്ന് വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂണിലധികം കുരുമുളക് നമ്മൾ ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് അതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫാക്കി. അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പറ്റില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളെ മോര് കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവ് വേണം, നല്ലൊരു വറവ് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/4 സ്പൂൺ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ കടുക്. അപ്പോൾ ഉലുവയും കടുകും നിങ്ങൾ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് നല്ലൊരു രുചിയും മണം ഉണ്ടാവുക. 4 വറ്റൽ മുളക് പൊട്ടിച്ചും കൂടി ചേർത്തു. അതൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മൾ ആ മോര് കറിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വറവിട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ആ കറി കണ്ടില്ലേ, നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു കുറുകിയ രീതിയിലുള്ള ഒരു ഒഴിച്ച് കറിയാണ്. അപ്പോൾ അടിപൊളിയായില്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്ന ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിച്ചാലോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്